അതെന്താ പെട്ടെന്ന് ഓഫീസിലേക്ക് പോണോന്നൊക്കെ പറയുന്നേ? കല്യാണമായിട്ട് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അത് അമ്മേ ലീവിലാണ്. പക്ഷേ ഓഫീസില് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോ അവര് വിളിച്ചാ പോകാതിരിക്കാൻ പറ്റുമോ? പക്ഷേ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. ഭർത്താവ് ഒന്നിച്ച് എത്ര സ്ഥലങ്ങളിൽ പോവാനുള്ളതാ. കളരിക്കൽ ഒരു വലിയ തറവാടല്ലേ, അവരുടെ ബന്ധുക്കളുടെയൊക്കെ അടുത്ത് പോകേണ്ടതല്ലേ? അത് കുഴപ്പമില്ല തങ്കം. ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ആളല്ലേ നവീൻ. നവീൻ കൂടി പറഞ്ഞിട്ടല്ലേ ഇപ്പൊ കൃഷ്ണ പോകുന്നത്. അത് സാരമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓഫീസിലെ കാര്യങ്ങളെക്കാൾ പ്രധാനം ആ തറവാട്ടിലെ കാര്യങ്ങൾക്കാ. ഓഫീസിലെ ജോലിക്ക് കുറച്ചു നേരവും അതിന് 1 മാസത്തെ ശമ്പളമാ. വീട് അതുപോലെയല്ല, എന്നും എപ്പോഴും സ്നേഹം കൊണ്ട് നമുക്ക് കൂലി തരുന്ന ഇടമാ. മനസ്സിലായോ? തങ്കീച്ചിയെ പോലൊരാൾ ഉപദേശിക്കാനുണ്ടെങ്കില് പിന്നെ അവളുടെ ജീവിതത്തില് എവിടെ എത്താൻ എന്താ പ്രയാസം? അവള് പോയി വരട്ടെ തങ്കീച്ചി. എന്നാ ഞാൻ പോട്ടെ അമ്മേ. എന്നാ നവീനെയും കൂട്ടി എന്നെ കാണാൻ വരുന്നേ. തങ്കം, നവീന്റെ ശരിക്കുള്ള പ്ലാൻ എന്താണെന്ന് നിനക്കറിയോ? ഇവിടെ വന്ന തങ്കത്തിനെയും കൂട്ടി നേരെ ചോറ്റാനിക്കര, അവിടുന്ന് അങ്ങോട്ട് ഗുരുവായൂര്, അങ്ങനെ അവിടെ എല്ലാം തൊഴുത് കറങ്ങണമെന്നാ. അതിന് തങ്കം ആദ്യം ഒന്ന് ഓക്കെ ആവട്ടെ. അത് കഴിയുമ്പോ നവീനെയും കൂട്ടി കൃഷ്ണനോട് വരാൻ പറഞ്ഞാ പോരെ? ഇത് ഞാൻ അറിയണ്ടേ? അല്ല, ഞാനും ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. മോള് പോകുന്നുണ്ടെങ്കില് അതിനേക്കാളും വലിയ സന്തോഷം എന്താ? എല്ലാ നടയിലും 2 പേരെയും കൊണ്ടു നിർത്തണം. 2 പേർക്കും ഒപ്പം നിന്ന് തൊഴണം. അതൊക്കെ ചെയ്യാമേ. ഞാൻ പോട്ടെ. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഒന്നും ഞാൻ തെറ്റിക്കില്ല. ശരി അമ്മേ. ശരി. Krishna